രാഹുൽ ഗാന്ധി തന്റെ അനന്തരവനെ ലോഞ്ച് ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ നെഫ്യൂ റൈഹാൻ രാജീവ് വാദ്രയെ സോഫ്റ്റ് ലോഞ്ച് ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ദീപാവലി വീഡിയോ. നമസ്കാരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന കുടുംബമാണ് നെഹ്റു ഗാന്ധി കുടുംബം. കോൺഗ്രസിന്റെ അടിസ്ഥാനവും ആത്മാവും നെഹ്റു ഗാന്ധി കുടുംബമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും നോൺ പൊളിറ്റിക്കലായ രാഷ്ട്രീയത്തിന് അതീതമായ ഇതേപോലൊരു കോറുണ്ട്. BJPയുടെ ആത്മാവും അടിസ്ഥാനവും മദർഷിപ്പും സംഘ് പരിവാറാണ്. കോൺഗ്രസിന്റെ നെഹ്റു ഗാന്ധി പരിവാറാണ്. നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗിന് അത് പാണക്കാട് കുടുംബമാണ്. BSPക്ക് അത് മായാവതിയാണ്, അല്ലെങ്കിൽ മായാവതി സെന്റേർഡ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ പഴയ AIDMKക്ക് അത് ജയലളിതയുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിയുമാണ്. DMKക്ക് കലൈഞ്ചർ കലാനിധിയുടെ കുടുംബമാണ്, അല്ലെങ്കിൽ ഇന്ന് സ്റ്റാലിന്റെ കുടുംബമാണ്. അതൊരിക്കലും ഒരു തെറ്റല്ല. എല്ലാ പാർട്ടികൾക്കും, സമാജ്വാദി പാർട്ടിക്ക് അഖിലേഷ് യാദവാണ്. എല്ലാ പാർട്ടിക്കും ഇതേപോലൊരു കോറുണ്ട്. ഈ കോർ ഇല്ലാതെ പ്രവർത്തിക്കുന്ന വളരെ വിരളം പാർട്ടികളേ ഉള്ളൂ. അതിലൊന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. പൊതുവെ അങ്ങനെ ഒരു കോറോടുകൂടി പ്രവർത്തിക്കാറില്ല. അവർക്ക് വ്യക്തികൾ ഉണ്ടാകും, പലപ്പോഴും അത് കുടുംബങ്ങളിലേക്ക് ട്രാൻസ്ലേറ്റഡ് ആവില്ല. പണ്ട് കോൺഗ്രസിന് ലീഡർ കരുണാകരനും അദ്ദേഹം ഏറ്റവും വിമർശനം കേട്ട മക്കൾ രാഷ്ട്രീയവും ഒക്കെയാണ്. അത് ശരിയോ തെറ്റോ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ കുടുംബങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ നമ്മുടെ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ദേശീയ തലത്തിലുള്ള കുടുംബമാണ് നെഹ്റു ഗാന്ധി പരിവാർ ഒരു വശത്ത്, കോൺഗ്രസിനും അതേപോലെ സംഘ പരിവാർ മറുവശത്ത്. ആ നെഹ്റു ഗാന്ധി പരിവാറാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചതും നമ്മുടെ രാജ്യത്തിന് ഒരുപാട് സേവനങ്ങൾ ചെയ്തതും. ഒരുപാട് പേർ ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായവരാണ്. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും അടക്കമുള്ള ഒരുപാട് പേർ. ആ കുടുംബത്തിലെ പുതിയ ആളുടെ സോഫ്റ്റ് ലോഞ്ച് എന്ന വാക്ക് വളരെ കൗതുകമുള്ളതാണ്. ഒരു ന്യൂജൻ വാക്കാണത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ റിലേഷൻഷിപ്സും അഫയേഴ്സും ഒക്കെ സോഫ്റ്റ് ലോഞ്ച് ചെയ്യുന്നു എന്നൊക്കെ പറയാറ്. അങ്ങനെ റൈഹാൻ രാജീവ് വാദ്ര, രാഹുൽ ഗാന്ധിയുടെ സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയുടെയും റോബോട്ട് വാദ്രയുടെയും മകനായ റൈഹാൻ രാജീവ് വാദ്രയാണ് അദ്ദേഹം ലോഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തു എന്ന് സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായ കമന്റുകൾ ഉയരുന്നത്. ഈ അവസരവും വളരെ പ്രത്യേകതയുള്ളതാണ്. അതായത് നല്ല വെള്ളക്കുർത്തയൊക്കെ ഇട്ട്, രാഷ്ട്രീയത്തിൽ എന്നും പല ആൾക്കാരും ഇടുന്ന ഡ്രസ്, രാഹുൽ ഗാന്ധിയും വെള്ളക്കുർത്ത, തന്റെ വൈറ്റ് ടീഷർട്ട് മാറ്റി വെള്ളക്കുർത്തയൊക്കെ ഇട്ട് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരികയും മറ്റും ചെയ്യുന്ന അവസരത്തിൽ ഇദ്ദേഹവും രാഹുൽ ഗാന്ധിയും റൈഹാനും ഒരുമിച്ച്, റൈഹാൻ ഒരു വിഷ്വൽ ആർട്ടിസ്റ്റാണ്, ക്യൂറേറ്ററാണ്, വൈൽഡ് ലൈഫ് അടക്കം കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി അടക്കം ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രാഗൽഭ്യമുണ്ട്. അങ്ങനെ പല എക്സിബിഷൻസ് ഡൽഹിയിലെ ബോംബെയിലൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ റൈഹാനോട് രാഹുൽ ഗാന്ധി ദീപാവലിയുടെ പ്രസക്തിയെക്കുറിച്ച് പറയുകയാണ്. എങ്ങനെ ദീപാവലിക്ക് പ്രസക്തിയുണ്ട്, അത് ജനങ്ങളുടെ ജീവിതം എങ്ങനെ ഉദ്ദീപിപ്പിക്കാൻ അല്ലെങ്കിൽ ബ്രൈറ്റൻ ചെയ്യാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണ്. എന്നിട്ട് അതിൽ റൈഹാന് ഈ പെയിന്റേഴ്സിനെയും വർക്കേഴ്സിനെ, രാഹുൽ ഗാന്ധി വളരെ ആലോചിച്ചാണ് ചെയ്യുന്നത്. രാഷ്ട്രീയത്തിലൊന്നും കോയിൻസിഡൻസ് അല്ല, അല്ലെങ്കിൽ 99% കാര്യങ്ങളും കോയിൻസിഡൻസ് അല്ല. പെയിന്റേഴ്സിനോടും വർക്കേഴ്സിനോടും ജൻപത് ബംഗ്ലാവിൽ 10 ജൻപത്തിലെ ബംഗ്ലാവിൽ അവരോടൊപ്പം വർക്കും മറ്റും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ രസകരവും കൗതുകവും ഒരു ഫാമിലി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതൊരു സോഫ്റ്റ് ലോഞ്ച് ആണ്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെഹ്റു ഗാന്ധി ഫാമിലി അതിന്റെ ഒരു കോറാണ്. ഇപ്പൊ ശശി തരൂർ അടക്കം മത്സരിക്കുകയുണ്ടായി. പക്ഷേ നെഹ്റു ഗാന്ധി ഫാമിലിയുടെ കാൻഡിഡേറ്റ് ആണ് മല്ലികാർജുന ഖാർഗെ എന്ന് വന്നതുകൊണ്ട് അദ്ദേഹമാണ് ജയിക്കുന്നത്. ശശി തരൂർ ലോകോത്തര കഴിവുള്ള വ്യക്തിയാണ്, മല്ലികാർജുന ഖാർഗെയേക്കാൾ ഒരുപാട് വേളിൽ നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ കോൺഗ്രസിന്റെ സിസ്റ്റത്തിൽ, കോൺഗ്രസിന്റെ സെറ്റപ്പിൽ ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് ഈ നെഹ്റു ഗാന്ധി ഫാമിലിയാണ്. അപ്പോൾ ഒരുപക്ഷെ റൈഹാന്റെ ഭാവിയിലെ പൊളിറ്റിക്കൽ ലോഞ്ച് ആയിരിക്കാം ഇതിലേക്ക് വരുന്നത്. ആക്റ്റീവായി എങ്ങനെ റൈഹാനെ ലോഞ്ച് ചെയ്യുന്നത് കൗതുകത്തോടു കൂടിയാണ് ആൾക്കാർ കാണുന്നത്. ആ കൗതുകമാണ് നമ്മൾ ഇപ്പോൾ പങ്കുവച്ചത്. അപ്പോൾ രാഹുൽ ഗാന്ധി തന്റെ അനന്തരവനായ റൈഹാനെ ലോഞ്ച് ചെയ്തതാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? റൈഹാനെ കണ്ടാൽ വളരെ യങ്ങും വൈബ്രന്റും ഒക്കെയാണ്. പുതിയൊരു വ്യക്തി നെഹ്റു ഗാന്ധി പരിവാറിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലേക്കും സാമൂഹിക ചിത്രത്തിലേക്കും വരികയാണ്. കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആകാം, നെഗറ്റീവ് കമന്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും. അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്.